ലോകത്ത് അണ്വായുധമുണ്ടെന്ന് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട രാജ്യങ്ങൾ അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവരാണ്. ഇവരെ കൂടാതെ ഇന്ത്യ, പാകിസ്ഥാൻ, വടക്കൻ കൊറിയ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ ആണവശക്തി പരസ്യമായി പ്രഖ്യാപിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ തങ്ങളുടെ പക്കൽ അണ്വായുധമുണ്ടെന്ന് ഔദ്യോഗികമായി സമ്മതിച്ചിട്ടില്ലെങ്കിലും അവർ ഒരു കരുത്തുറ്റ ആണവശക്തിയാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. 1940കളിൽ ഇസ്രായേലിന്റെ ആദ്യ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗുരിയന്റെ ദീർഘവീക്ഷണമാണ് ഇതിനു പിന്നിൽ. മറ്റൊരു വംശഹത്യ ജൂതന്മാർക്ക് നേരെ ഉണ്ടാകാതിരിക്കാൻ അണ്വായുധം അനിവാര്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1950കളിൽ ഫ്രാൻസിന്റെ രഹസ്യ സഹായത്തോടെ ഡിമോണ മരുഭൂമിയിൽ ഇസ്രായേൽ ഒരു ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിച്ചു. പുറംലോകം ചോദിച്ചപ്പോൾ അതൊരു ടെക്സ്റ്റൈൽ ഫാക്ടറിയാണെന്നാണ് അവർ മറുപടി നൽകിയത്. പരിശോധനയ്ക്ക് വന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ പോലും പറ്റിക്കാൻ റിയാക്ടറിനുള്ളിൽ വ്യാജ ചുവരുകൾ വരെ അവർ നിർമ്മിച്ചിരുന്നു. 1967ലെ 6 ദിന യുദ്ധത്തിനു തൊട്ടുമുമ്പ് ഇസ്രായേൽ തങ്ങളുടെ ആദ്യത്തെ ബോംബ് നിർമ്മിച്ചതായാണ് പറയപ്പെടുന്നത്. 1986ൽ മൊർദഖായ് വനൂനു എന്ന മുൻ ടെക്നീഷ്യൻ ഡിമോണയിലെ രഹസ്യ ചിത്രങ്ങൾ പുറത്തുവിട്ടതോടെയാണ് ഇസ്രായേലിന്റെ യഥാർത്ഥ ശേഷി ലോകം തിരിച്ചറിഞ്ഞത്. ഇസ്രായേലിന്റെ ഈ നയം അമിമുത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അണ്വായുധമുണ്ടെന്ന് സമ്മതിക്കുകയുമില്ല, എന്നാൽ ഇല്ലെന്ന് പറയുകയുമില്ല. ശത്രുക്കളെ ഭയപ്പെടുത്താൻ ഈ രഹസ്യാത്മകത അവരെ സഹായിക്കുന്നു. ഇന്ന് ഇസ്രായേലിന്റെ പക്കൽ 90 മുതൽ 400 വരെ അണ്വായുധങ്ങളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവ പ്രയോഗിക്കാൻ ജെറിക്കോ എന്ന മാരക മിസൈൽ പരമ്പരയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതിലെ ജെറിക്കോ 3 മിസൈലിന് ഏകദേശം 11,500 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. അതായത് ഏഷ്യയും യൂറോപ്പും കടന്ന് ലോകത്തിന്റെ ഏത് കോണിലും മാരക പ്രഹരമേൽപ്പിക്കാൻ ഇന്ന് ഇസ്രായേലിന് സാധിക്കും.